ശ്രീ എം എസ് വേണുഗോപാൽ, താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ഇതൊരു ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കുന്നുണ്ട്. 6 മാസം മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളൂ. അപ്പോൾ അത് ഈ തരംഗം നീണ്ടു നിൽക്കുവാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ്. ഇത് അതിഭയങ്കരമായ ഒരു ഭരണവിരുദ്ധ വികാരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് പെട്ടെന്നൊരു കറക്ഷൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു 2-3 മാസത്തിനകമുള്ളൊരു കറക്ഷൻ വളരെ ബുദ്ധിമുട്ടാണ്. ശ്രീ ഷാക്കിർ പറഞ്ഞതിനേക്കാൾ വലിയ ഒരു ദുരന്തത്തിലേക്കാണ് LDF പോയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സാധാരണഗതിയിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ LDFന് മേൽക്കോയ്മ എല്ലാ തവണയും കിട്ടുന്നതാണ്. നേരിയ ഒരു മുൻതൂക്കമെങ്കിലും അവർക്ക് കിട്ടാതെ പോകാറില്ല. ഇത്തവണ വന്നിരിക്കുന്നത് ഡീലിമിറ്റേഷൻ വഴിയും ഈ വാർഡുകൾ വെട്ടിച്ചുരുക്കി രൂപപ്പെടുത്തിയത് വഴിയുമൊക്കെ ഒരുപാട് സീറ്റുകൾ അധികം പിടിക്കണം, അങ്ങനെ ഒരു തൂത്തുവാരലിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു പ്രയോഗം ഇവിടെ നടത്തിയതെന്നുള്ളത് വ്യക്തമാണ്. തിരുവനന്തപുരത്ത് തന്നെ നമുക്കറിയാം, തിരുവനന്തപുരത്ത് 101 വാർഡുകൾ ഉണ്ടാക്കി അതിലെ ഓരോ ഭാഗങ്ങളായി വെട്ടിമുറിച്ചത് വോട്ടർമാർക്ക് തന്നെ പിടിയില്ല എൻ്റെ വാർഡ് എവിടെയാണ് അതിര് എന്നുള്ളതിൽ. ആ വിധത്തിൽ വെട്ടിമുറിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കിയിട്ട് പോലും ഇവിടെ NDAക്ക് 50 സീറ്റ് നേടാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയ ഒരു നേട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഇതൊരു പക്ഷേ 60 or 65 ആയി പോയേനെ പഴയ രീതിയിലായിരുന്നു എങ്കിൽ എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം തോന്നുന്നത് മാത്രമല്ല, അത് പലയിടത്തെയും രീതികൾ വെച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ ഒരു ഭരണവിരുദ്ധ വികാരം എന്നതിനപ്പുറം മറ്റൊരു കാര്യം കൂടെ ഞാൻ പ്രധാനമായി കാണുന്നത്, ഇവിടെ ഒരു പിണറായി വിജയൻ്റെ ഒരു സ്റ്റേച്ചർ നമുക്ക് സഹിക്കാം. അദ്ദേഹത്തിൻ്റെ നിലപാടുകളോ അദ്ദേഹത്തിൻ്റെ ചില ധാർഷ്ട്യങ്ങളോ ഒരു വിധത്തിൽ ഒരു പക്ഷേ ജനങ്ങൾ സഹിച്ചെന്നിരിക്കും. പക്ഷേ കേരളമൊട്ടാകെ 10-12,000 വരുന്ന, അതിനേക്കാൾ കൂടുതലായിരുന്നു അവരുടെ LSTDയിലെ അംഗങ്ങൾ. അവർ കാണിച്ച ധിക്കാരം, കുട്ടി പിണറായിമാരെ കൊണ്ട് ഈ നാട് നിറഞ്ഞു എന്നുള്ളതായിരുന്നു ഒരു സത്യം. ഉദാഹരണം അത് ഞാൻ പറയാറില്ല, അവിടെ മാത്രമല്ല, അത് പറയട്ടെ. വടക്കുന്ന് PP ദിവ്യ മുതൽ തെക്ക് ആര്യ രാജേന്ദ്രൻ വരെ അങ്ങനെ അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യം, ഇത് ജനങ്ങളുടെ മേൽ കുതിര കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സത്യം പറഞ്ഞാൽ UDFനും BJPക്കും വളരെ ഗുണം ചെയ്തു എന്നുള്ളതാണ് ഒരു സത്യം. മറ്റൊന്ന്, ഈ അവസാന നിമിഷങ്ങളിൽ ഈ PM ശ്രീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നത്, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ ഭവനത്തിൽ മുഖ്യമന്ത്രി പോയി സംസാരിച്ചത് ഒക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗും UDFും ഹൈലൈറ്റ് ചെയ്തത് ഇതൊരു അന്തർധാര ഉണ്ട് എന്ന് പറയാനാണ്. പക്ഷേ ഈ അന്തർധാര ശരിക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ അന്തർധാര വളരെ വ്യക്തമായി ഉണ്ടെന്ന് തെളിയിക്കുന്ന വിധത്തിൽ CPI തോളിലിരുന്ന് ചെവി കടിച്ചതാണ് LDFന് ഏറ്റവും വലിയ ദുരന്തം വന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരാഴ്ച മുഴുവൻ ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതിയിലൂടെ ഉണ്ടാക്കിയിരിക്കുന്ന അവിഹിത ബന്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ക്യാബിനറ്റിൽ പോലും വരുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഒരു വിഷയം, അതായത് ശൂന്യതയിൽ നിന്നൊരു വിഷയമെടുത്ത് LDFനെ വെട്ടിലാക്കിയത് CPI ആണ് എന്നുകൂടി എനിക്ക് ബോധ്യമുണ്ട്. കാരണം ഇത് ജനങ്ങൾക്ക് മുസ്ലിം ലീഗ് പറഞ്ഞാലോ അല്ലെങ്കിൽ കോൺഗ്രസ് പറഞ്ഞാലോ ഇത്രയധികം ബോധ്യമാവില്ല. പക്ഷേ ഘടകകക്ഷിയിലെ ഒരു പ്രധാന അംഗം തന്നെ ഇരുന്നു കൊണ്ട് പറയുകയാണ് വലിയ തെറ്റാണ് ചെയ്തത്, ആവശ്യമില്ലാത്ത ഒരു അന്തർധാര ഇവിടെ ഉണ്ടായിപ്പോയി, ആ കൂട്ടുകെട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്യാബിനറ്റിലേക്ക് പോലും വരില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏതാണ്ട് എല്ലാ മുസ്ലിം വിഭാഗത്തിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുമുള്ളവർ ബോധ്യമാക്കി ഇതൊരു അന്തർധാര ഉണ്ട്. ശരിയാണ് ഹസ്കർ, അതൊരു മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ തിരിച്ചു പറയുന്നത് അവിടെ കോൺഗ്രസും BJPയും തമ്മിൽ ഡീലുണ്ട് എന്നൊക്കെയാണ്. പക്ഷേ അതിനേക്കാൾ ജനങ്ങൾ വിശ്വസിച്ചത് അവിടെ CPM BJP ഡീൽ എന്ന രീതിയിലാണ്. പക്ഷെ അത് ഉണ്ടായോ എന്നൊക്കെ ചോദിച്ചാൽ അത് നമുക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. തെരഞ്ഞെടുപ്പ് രംഗത്ത് അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഉറപ്പ് പറയാൻ പറ്റുകയില്ല. പക്ഷേ അങ്ങനെ ഒരു ധാരണ, നിങ്ങൾ അങ്ങോട്ട് കോൺഗ്രസ് BJP ഡീൽ എന്ന് പറയുമ്പോൾ തിരിച്ചങ്ങനെയല്ല, CPM BJP ഡീലാണെന്ന് UDF പറയുമ്പോൾ അത് ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. അതിന് കാരണം മുന്നണി തന്നെയാണ്, മുന്നണിയിലെ CPI പോലെയുള്ള പാർട്ടികൾ തന്നെയാണ്, നിങ്ങളുടെ ചെയ്തികൾ തന്നെയാണ്. ചുരുക്കത്തിൽ തുറന്ന് സമ്മതിക്കുകയാണെങ്കിൽ ഇതില് PM ശ്രീ വലിയൊരു ആഘാതമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. PM ശ്രീയിലെ ആ പദ്ധതിയെ അനുകൂലിക്കുകയും ഒപ്പിടുകയും ചെയ്യുക എന്ന് പറയുക, ഇന്നലെ വരെ ഇടതുപക്ഷം എടുത്തിരുന്ന നിലപാടുകളെ നിഷേധിക്കുക കൂടുകയാണ്. ആ നിലപാടുകളെ നിഷേധിക്കുകയും അതിനെ നിരാകരിക്കുകയും അതിനുവേണ്ടി ന്യായീകരണങ്ങൾ കണ്ടെത്തുകയും ചെയ്യേണ്ടി വരുന്ന ഗതികേടിലേക്ക് CPMഉം സംസ്ഥാന സർക്കാരും പോയി
എന്നത് PM ശ്രീയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലൊരു അതുപോലെ തന്നെ CPI ആ വിഷയത്തിൽ എടുത്ത നിലപാട് ഇടതുപക്ഷത്തെ ആകമാനം ക്ഷയിപ്പിക്കുന്നതിന് ഒരു കാരണമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് തുറന്ന് സമ്മതിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാറാവുക. അതുപോലെ തന്നെ നമുക്ക് വിലയിരുത്തപ്പെടുമ്പോൾ ഈ കേരളത്തിലെ ഇടതുപക്ഷ നേതൃത്വ നിരകളിൽ താഴെത്തട്ടു മുതൽ സംസ്ഥാന തലം വരെ ഉണ്ടായിരുന്ന നേതാക്കന്മാരുടെ പ്രവൃത്തികൾ കൂടി പരിശോധിക്കപ്പെടേണ്ടത്. ഈ ഘട്ടത്തിൽ അത് പറയാതെ പോവുക എന്ന് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാരെ പോലെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾക്കൊന്നും വ്യത്യാസമായി കഴിഞ്ഞ ഒരു കാൽനൂറ്റാണ്ടായി ഇടതുപക്ഷ നേതൃനിരകളിലേക്ക് വരുന്ന നേതാക്കന്മാർക്ക് വ്യത്യസ്തമായ ഒരു സ്വഭാവ സവിശേഷത അവരിൽ വന്നു ചേർന്ന് പോയിട്ടുണ്ട്. അവരുടെ ധാർഷ്ട്യവും ധിക്കാരവും ജനങ്ങൾ നൽകിയ പ്രതികാരമാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഇത്ര വലിയ പരാജയം ഉണ്ടാക്കിയത്. എന്തുകൊണ്ടെന്നാൽ പലപ്പോഴും അതിന് വ്യത്യസ്തമായ കാരണങ്ങളുണ്ട്. പലപ്പോഴും ഇടതുപക്ഷത്തിന്റെ പ്രാദേശിക നേതാക്കന്മാർ വലിയ തോതിൽ അഹങ്കാരികളായി തീരുന്നതിന് പല ഘട്ടങ്ങളിലായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രധാന കാരണം ഇടതുപക്ഷ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CPIM-ന്റെ പ്രാദേശിക നേതാക്കന്മാർ, ഉദാഹരണത്തിന് ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ ആ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ജീവിതത്തിലെ 12 മണിക്കൂറിൽ പകലിലെ 12 മണിക്കൂറിൽ 10 മണിക്കൂറും പാർട്ടികളുടെ വിവിധ കമ്മിറ്റികളിൽ പങ്കെടുക്കേണ്ട ഗതികേടിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് ചുരുങ്ങിപ്പോകുന്നു. ജനങ്ങളുമായി ഇടപെടുക അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് അവർക്ക് ഇടചേർന്നു പ്രവർത്തിക്കുന്നതിന് പോരായ്മ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പാർട്ടി ഈ ഘട്ടത്തിലെങ്കിലും തിരിച്ചറിയണം. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ മാത്രമല്ല, ഇപ്പൊ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമായി മാത്രം ഇടചേർന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇതിന് സമാനമായ ഒരു ഉദാഹരണം നമുക്ക് കാണിക്കാൻ കഴിയുക പശ്ചിമ ബംഗാളും ത്രിപുരയും തന്നെയാണ്. പശ്ചിമ ബംഗാളും ത്രിപുരയിലും പാർട്ടിക്കുണ്ടായിട്ടുള്ള ആഘാതങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് ഈ ഘട്ടത്തിലെങ്കിലും പാർട്ടി തിരിച്ചറിയും എന്ന് തന്നെയാണ് എന്നെപ്പോലുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. ശരി, അത് വസ്തുനിഷ്ഠമായ വിമർശനം തന്നെയാണ്, ആത്മവിമർശനം എന്ന് തന്നെ പറയാം ഹസ്കറിന്റെ വാക്കുകളിൽ. കാരണം ഈ ഘട്ടത്തിൽ ന്യായീകരിച്ചാൽ അത് ഒരു തരത്തിലും അംഗീകരിക്കപ്പെടുകയില്ല എന്നുള്ള ബോധ്യം ഹസ്കറിനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അല്ലെ, ഈ പാനലിലുള്ള എല്ലാവർക്കും ആ ഒരു ബോധ്യം ഉണ്ടായിട്ടുണ്ടാവും. കാരണം വിമർശനത്തെ ഈ ഒരു തോൽവിയെ വിമർശന ബുദ്ധിയാ സമീപിക്കുന്നത് തന്നെയാണ് CPM-ന് നല്ലത്. അത് തന്നെയാണ് ഒരു ബംഗാൾ ആവർത്തിക്കപ്പെടും. ശരിയാണ്, ഹസ്കർ തുറന്നു പറയുകയും ചെയ്തു. ഇപ്പോൾ ശ്രീ വസന്ത് തെങ്ങുംപള്ളി, വസന്ത്, ഉജ്ജ്വല വിജയത്തിന് അഭിനന്ദനങ്ങൾ. താങ്കൾ മധ്യ കേരളത്തിൽ നിന്നുള്ള ആളാണല്ലോ. എങ്ങനെയാണ് മധ്യ കേരളത്തിൽ ഈ വലിയ നേട്ടം ഉണ്ടാക്കുവാൻ? പൊതുവെ ശക്തി കേന്ദ്രമാണ് UDF-ന്റെ, കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം പോയതിനു ശേഷം ദുർബലമായിരുന്നു UDF-ന്റെ ആകെയുള്ള ഘടന. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറിച്ചായിരുന്നു. ഇത്തവണ അമിതമായ ആത്മവിശ്വാസമായിരുന്നു ജോസ് കെ മാണിക്കും കൂട്ടർക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ UDF ക്ഷണിച്ചിട്ടും തിരികെ വരാൻ അവർ തയ്യാറാകാതിരുന്നതും. എങ്ങനെ ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു മധ്യ കേരളത്തിൽ, വസന്ത്? അല്ല മഞ്ജുഷ്, നോക്കൂ, കൃത്യമായ ഹോംവർക്ക്, വീട് കയറിയുള്ള അടിസ്ഥാനപരമായ പ്രവർത്തനം, ഹൈക്കമാൻഡ് മുതൽ ബൂത്ത് ലെവലിലെ ഏറ്റവും അവസാനത്തെ പ്രവർത്തകൻ വരെ ഈ വിജയം ആഗ്രഹിച്ചതാണ്. അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്തതാണ്, രാത്രികളെ പകലുകളാക്കി പണിയെടുത്തതാണ്. അതിന്റെ വിജയമാണ്. അതിന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി മുതൽ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വരെയുള്ള എല്ലാവർക്കും പങ്കുണ്ട്. നോക്കൂ, ഞങ്ങൾ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി നിർണയത്തിൽ യാതൊരു തരത്തിലും DCC-കൾ ഇടപെടാൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം ശ്രീ KC വേണുഗോപാൽ തൊട്ടുള്ള നേതാക്കൾ കൊടുത്തിരുന്നു. അതിന്റെ ഫലമായി എന്തുണ്ടായി? അതാത് ബൂത്ത് ലെവലുകളിൽ നിന്ന് പ്രവർത്തകരായിട്ടുള്ളവർ തന്നെ മത്സരരംഗത്തേക്ക് വന്നു. അവർ മത്സരരംഗത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ